SSC GD കോൺസ്റ്റബിളിലേക്കുള്ള വേക്കൻസി ഇൻക്രീസ് ആകുമെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ നിന്നുള്ള ഒരു നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേക്കൻസിയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. സോ അതിൽ പറഞ്ഞ പ്രകാരം നല്ല വേക്കൻസി തന്നെ മുന്നിലേക്ക് വരാനായിട്ടുണ്ട്. പക്ഷേ ഈ മൊത്തം വേക്കൻസി നമുക്ക് വരില്ല. ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് വേക്കൻസി ഉണ്ടെങ്കിലും ഇത് ഒറ്റയടിക്ക് നമുക്ക് സാങ്ഷൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വേക്കൻസിയിൽ ആഡ് ചെയ്യത്തില്ല. വരുന്ന വർഷങ്ങളിൽ ആഡ് ചെയ്ത് വരാനേ സാധ്യതയുള്ളൂ. നല്ല വേക്കൻസി ഉണ്ട്, പക്ഷേ ഒരു 50,000-ൽ കൂടുതൽ വേക്കൻസി എങ്കിലും നമുക്ക് ഇത്തവണ അപ്ഡേറ്റഡ് ആയിട്ട് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ PDF മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ SSCയുടെ GD കോൺസ്റ്റബിളിൻ്റെ B4 PDF മലയാളത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിൽ ഇതിൽ മുമ്പ് ഇറക്കിയ PDF-ൽ 200 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഓപ്ഷൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ 400 ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങൾ, എക്സ്പ്ലനേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ സിലബസ് ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബേസിക് ലെവൽ ചോദ്യം മുതൽ കുറച്ച് ഹാർഡായിട്ടുള്ള അതിനേക്കാളും അഡ്വാൻസ് ലെവലിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെ പലതുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ റീസണിങ് ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ളതും കാര്യങ്ങളും എല്ലാ ഭാഗത്തും ഇതുപോലെ ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ടീം തന്നെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ ഒരു നമ്പർ കൊടുത്ത് കാണാൻ സാധിക്കും. ആ നമ്പറാണ് താഴെ ലിങ്കിലുള്ളത്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഈ നമ്പറിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. സോ അതിന് മുമ്പായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു QR കോഡിൽ 65 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അതിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇത് നോക്കാം. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് അറിയാൻ താല്പര്യമുണ്ട്. അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു നോട്ടീസിൻ്റെ പോർഷനാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. സോ ഇതിലാദ്യം തന്നെ AR കാണാൻ സാധിക്കും. അതായത് ആസാം റൈഫിൾസ് ഉണ്ട്, BSF ഉണ്ട്, CISF ഉണ്ട്, CRPF ഉണ്ട്, ITBP ഉണ്ട്, SSB ഉണ്ട്. അപ്പോൾ അതിൽ സാങ്ഷൻ ആയിട്ടുള്ള എത്ര വേക്കൻസി ഉണ്ട്, സ്ട്രെങ്ത് എത്ര ഉണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ GD കോൺസ്റ്റബിൾ വഴി ഫില്ല് ചെയ്തിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേക്കൻസി നിലവിൽ ഫില്ല് ആവാതിരിക്കുന്ന വേക്കൻസി ഉണ്ടല്ലോ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 10 ലക്ഷത്തിൻ്റെ മുകളിൽ ഒഴിവുകളായിരുന്നു ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത്. എല്ലാ ഫോഴ്സിലും കൂടി നോക്കുന്ന സമയത്ത് അത്രയും സാങ്ഷൻ ആയിട്ടുള്ള ഒഴിവുകളുള്ള സമയത്ത് അത് ഫില്ലപ്പായിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് സെക്കൻഡ് കോളത്ത് കാണുന്നത്. ആദ്യം ആസാം റൈഫിൾസ് തന്നെ നോക്കാം. 65,540 ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അതിൽ 61,791 വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. വേക്കൻസി ബാക്കിയുള്ളത് 3,749 വേക്കൻസി നിലവിൽ സ്റ്റിൽ അവിടെ ബാലൻസ്ഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ BSFൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ CISFൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ CRPF ഇവിടെ കൊടുത്തിട്ടുണ്ട്, ITBP ഇവിടെ കൊടുത്തിട്ടുണ്ട്, SSB ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പോസ്റ്റിലുമായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എത്രയൊക്കെ നമുക്ക് വിളിക്കാനായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണയും രൂപങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ARൽ നമുക്ക് കാണാൻ സാധിക്കും 3,749 ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി വേക്കൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ BSFൽ 14,531 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CISFൽ 28,342 ഒഴിവുകളുണ്ട്. അതുപോലെ നമ്മുടെ CRPFൽ 27,400 പറയുന്നത്. പിന്നെ ITBPയിൽ 12,333 പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ SSBയിൽ 6,784 പറയുന്നുണ്ട്. 6,784 പറയുന്നത് കാണാൻ സാധിക്കും. ആകെ മൊത്തം 93,139 ഒഴിവുകൾ, 93,139 ഒഴിവുകൾ വേക്കൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്തായാലും നമ്മുടെ വേക്കൻസി 25 എബോവ് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിലെന്ത് ചെയ്യും, ഒരു ഇൻക്രീസ് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലെന്തായാലും ഒരു 50,000-ൽ കൂടുതൽ, 60-ൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ 53-ൽ കൂടുതലായിരുന്നു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത്തവണയും നമുക്കിത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ടും ബാക്കി വേക്കൻസി ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. എന്തായാലും അടുത്ത വർഷം, അതായത് അടുത്ത നമ്മുടെ 2027 നോട്ടിഫിക്കേഷനിലേക്ക് ആഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അത് മാത്രമല്ല, അപ്പം കോമ്പറ്റീഷൻ ലെവൽ, അതായത് കുറേ വേക്കൻസീസ് എന്ത് ചെയ്യണം, അഗ്നിവീർ ഇറങ്ങുന്നുണ്ട്, അവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അവർക്കും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ കൂട്ടി വായിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്ത് ഓരോന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വേക്കൻസി ഒരുമിച്ച് വരാതെ അങ്ങനെ വരാനാണ് സാധ്യത കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ എന്തായാലും വേക്കൻസി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് തീർച്ചയായും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സ്ലോട്ട് സെലക്ഷൻ്റെ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. സ്ലോട്ട് സെലക്ഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഫെബ്രുവരി 23 മുതൽ നമ്മുടെ എക്സാം തുടങ്ങില്ല എന്ന് തന്നെയാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ
നെക്സ്റ്റ് മന്ത് തന്നെ ആയിരിക്കും. കാരണം ഇനി സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഭിച്ചിട്ടുള്ള അറിവ് പ്രകാരം, അതായത് ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ SSCൻ്റെ MTSൻ്റെ പേപ്പർ ചോരുകയും അതിൽ ചെറിയ ചീറ്റിംഗ് നടക്കുകയും കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു എക്സാം മാറ്റി നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ മാറ്റി നടത്തുമ്പോൾ അതിൻ്റെ ചുവടെ വരുന്ന SSC എന്ന് പറയുന്ന SSC GDൻ്റെ പരീക്ഷ എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ എന്തുണ്ടായിരുന്നു, ഇങ്ങനെ GDൻ്റെ പരീക്ഷയിൽ കഴിഞ്ഞ തവണ തന്നെയാണ് എൻ്റെ ഓർമ്മ. അതെ, GDൻ്റെ പരീക്ഷയിൽ കുറച്ച് വിഭാഗങ്ങൾ ചീറ്റ് കാണിക്കുകയും കുറച്ച് ഷിഫ്റ്റുകൾ മാറ്റി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷിഫ്റ്റുകൾ മാത്രം മാറ്റി നടത്തും, എല്ലാവരും പോയിട്ട് എഴുതണ്ട. എവിടെയാണോ ചീറ്റിംഗ് നടന്നിട്ടുള്ളത് അവിടെ ഉള്ളവർ എന്ത് ചെയ്യണം, അത് മാറി എഴുതണം. എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി ആ ഒരു എക്സാം വീണ്ടും എഴുതേണ്ടി വരും. അതുപോലെ തന്നെ GDൻ്റെ കഴിഞ്ഞ തവണ അങ്ങനെ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? GDൻ്റെ കഴിഞ്ഞ തവണത്തെ പറയുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. തുടക്കത്തിൽ നമ്മുടെ എക്സാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരുന്നു. പിന്നെ ഫിസിക്കൽ കഴിഞ്ഞ സമയത്ത് ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് അപ്പീൽ, ഐ തിങ്ക് നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞ സമയത്ത് കുറച്ച് കോർട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ലിസ്റ്റൊക്കെ വന്ന സമയത്ത് കോർട്ട് കേസ് കൊടുത്തതും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിത്തുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ GDൻ്റെ കാര്യത്തിൽ ഇത് പൊതുവേ നടക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. GD ഇപ്പം 10-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ, എക്സാമ്പിളാണ്, ജനുവരി 10-ന് തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 25 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. സോ പിന്നെ പറയാനുള്ളത് നമ്മുടെ PDF മെറ്റീരിയലിൻ്റെ കാര്യമാണ്. നമ്മുടെ PDF മെറ്റീരിയൽ വാങ്ങി പഠിച്ച് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എല്ലാ PDF-ഉം ഒരുമിച്ച് വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വരുന്ന എല്ലാ PDF-കളും ഒരുമിച്ച് വാങ്ങുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ടൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇനി വരുന്ന 6 മാസങ്ങളിലെ ഈ PDF ഇൻക്ലൂഡ്, ഇപ്പോഴുള്ള ഈ PDF ഇൻക്ലൂഡ് ആയിട്ട് ഇനി വരുന്ന എല്ലാ 6 മാസത്തെ PDF-കളും, ഇനി വരാൻ പോകുന്ന എല്ലാ PDF-കളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വെറും 599 രൂപക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വർത്തായിരിക്കും. കാരണം ഈ ഒരു എമൗണ്ടിനൊക്കെ കൂടി വാങ്ങുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി അക്കാഡമിയിൽ നിന്ന് വരെ അങ്ങനെ ആൾക്കാർ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 599 രൂപക്ക് എന്ന് പറയുന്ന ഒരു ഓഫർ പ്രൈസിന് നമ്മൾ വരുന്ന 6 മാസത്തെ എല്ലാ PDF മെറ്റീരിയലുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പല PDF മെറ്റീരിയലിൻ്റെ പ്രൈസും നമ്മുടെ അറൗണ്ട് 100-ൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫർ പ്രൈസ് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ മെസ്സേജ് ഇടുന്ന സമയത്ത് 599-ൻ്റെ ഓഫർ പ്രൈസിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം ഇക്കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.